ദൈവം നമ്മോട് പറയുന്ന വചനങ്ങളോട് നാം പ്രതികരിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെ വചനത്തോട് നാം അനുസരണമുള്ളവരാകണം. തിരുവചനം പറയുന്നു, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ദൈവത്തിൻ്റെ വചനം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഇവിടുത്തെ അനുസരണം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് പകൽ കേൾക്കുന്ന ദൈവശബ്ദം അതെന്ത് തന്നെ ആയിരുന്നാലും ആ ദൈവശബ്ദത്തോട് അനുസരണമുള്ളവരാകുമ്പോഴാണ് ദൈവവചനത്തിൻ്റെ അകത്തെ നന്മ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ ദൈവത്തിൻ്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന ഈ ലോകത്തിലെ പാപത്തിൻ്റെ വഴികളെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ വഴിയിലേക്ക് തിരിയണമെന്നുള്ളതാണ്. ദൈവവചനത്തോട് അനുസരണം കാണിച്ച് ഈ ലോകത്തിൻ്റെ പാപമോഹ വഴികളെ എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ വഴിയിലേക്ക് നാം തിരിയുമ്പോൾ അത് അനുസരണമാണ്. തിരുവചനം രാപ്പകൽ ധ്യാനിക്കുവാൻ സമയം വേർതിരിക്കുന്നത് അനുസരണമാണ്. അങ്ങനെ വചനം നാം വായിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധ വഴിയിലേക്ക് ദൈവം നമ്മെ നടത്താൻ തുടങ്ങുന്നത്. ആ വഴിക്കകത്താണ് ദൈവത്തിൻ്റെ കരുതലുകളെ ദൈവം മറച്ചിരിക്കുന്നത്. ആ വഴിക്കകത്താണ് നമ്മുടെ ശുദ്ധീകരണം വെളിപ്പെടുന്നത്. നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ദീർഘകാല പദ്ധതികൾ, തലമുറകളെക്കുറിച്ചുള്ള പദ്ധതികളെല്ലാം വെളിപ്പെടുന്നത് ദൈവവചനത്തോട് അനുസരണം കാണിക്കുമ്പോഴാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. അബ്രഹാം ദൈവശബ്ദം കേട്ട് മുൻപോട്ട് ചുവട് വെച്ചപ്പോൾ അബ്രഹാം കാൽ ചവിട്ടി നിന്ന മണ്ണ് അത് കനാൻ ദേശമാണ്. ദൈവം പറഞ്ഞു, ഇത് നിൻ്റെ തലമുറയ്ക്കുള്ളതാണ്. അപ്പോൾ ആദ്യം ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്നുള്ളതാണ്. ആ ശബ്ദം അത്ര വ്യക്തമല്ലെങ്കിലും അതിനോട് അനുസരണം കാണിക്കാൻ തുടങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ, അബ്രഹാം കേട്ട ശബ്ദം തലമുറയോടുള്ള ദൈവിക പദ്ധതിയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തോട് അനുസരണം കാണിച്ചാൽ നീ ആറ്റരികത്ത് നട്ടിരിക്കുന്ന തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഇല വാടാത്ത ഒരു വൃക്ഷം പോലെയാകും. നീ ഒരു വൃക്ഷം പോലെയാകും. അനേകർക്ക് നന്മ നൽകുന്ന, ഫലം നൽകുന്ന, തണൽ നൽകുന്ന ഒരു വൃക്ഷത്തെ പോലെ നിങ്ങളുടെ ജീവിതം മാറും എന്നാണ് ദൈവം നമുക്ക് ഉറപ്പ് നൽകുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ കേൾക്കുന്ന ശബ്ദത്തോട് അനുസരണം കാണിക്കുക. വേർപെടാനാണ് പറയുന്നതെങ്കിൽ വേർപെടുക. ധ്യാനിക്കാനാണ് അവർ ധ്യാനിക്കുക. പ്രാർത്ഥന കൂട്ടാനാണ് പറയുന്നതെങ്കിൽ പ്രാർത്ഥന കൂട്ടുക. എന്താണോ ദൈവം നമ്മോട് പറയുന്നത് അതങ്ങനെ തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.